ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് എന്നെ കൂടെ പറയിപ്പിക്കണ്ട. അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവര് അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ ഷാനവാസ് കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞതിന് ഇപ്പൊ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ ഉള്ള സമയത്തായിരുന്നു പറഞ്ഞതെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കായിരുന്നു. ഉള്ള സമയത്ത് പറയത്തക്ക വിധത്തിൽ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. അതെ, അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോ ഷാനവാസും അനുമോൾ എന്തോ ഇടക്ക് പറഞ്ഞു ഇതുപോലെ. അപ്പം അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞായിരിക്കും. വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അത് കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവരുടെ കണ്ടന്റിന് വേണ്ടി തന്നെ ആയിരിക്കും. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞങ്ങളും തന്നെ ചോറ് തന്നെയാ. ഇനി ആരും സൂത്രം കാണിച്ചാ ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, അവർക്ക് കേടാ. നിന്റെ ഒരു ലൈഫ് ഉണ്ട്, ഞാൻ ആദ്യമേ തൊട്ട് ഞാൻ കളിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വർത്തനം പറയും. ഇവൻ മറ്റേ കേസ് പറഞ്ഞാണ്ട് അനുമോളെ പിന്നാലെ കൂടിയപ്പോ എനിക്ക് പറയാനില്ലേറ്റല്ല പറയണ്ട ഈ കാര്യം അത് നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. എന്റെ കുട്ടിക്ക് നന്നാവില്ല. അത് ഞാൻ നിന്നെ പോലെ ചിന്തിക്കാത്തോണ്ടാണ് ഞാൻ അയിമ തൊട്ട് കളിക്കാറുള്ളത്. ഒന്നും മിണ്ടാതെ പൂച്ചയെ പോലെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? സംഭവം അപ്പാനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സാധനം ഇല്ലായിട്ടല്ല, പെട്ടക്കാൻ എനിക്ക് അറിയായിട്ടല്ല, തിരിച്ചടിക്കാൻ എന്റെ ആയുധം ഇല്ലായിട്ടല്ല. ഞാൻ അത് എടുക്കാൻ ഞാൻ തരാം. എന്റെ ഒരു പെങ്ങളുണ്ട് അവിടെ. തൂക്കിയല്ലോ നാഥ. എനിക്ക് തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ ഒരു പെങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് തിരിച്ചടിക്കാത്തതെന്ന്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അതായത് ഷാനവാസ് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഷാനവാസിന്റെ കയ്യിൽ നല്ല രീതിയിൽ തിരിച്ചു പറയാനുള്ള ആയുധങ്ങൾ കയ്യിലുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. അപ്പം ഇത് അപ്പാനി എടുത്ത് നേരിട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.